ആടാ എന്തിനാ പറ, എന്താ വിശേഷം? കുന്നുമ്മൽ അയ്യപ്പമ്പളക്കിന്റെ അടുത്ത് ചോറുണ്ടതാ. എപ്പോ എത്തി വെച്ചാൽ മതി. വിരൽ ഞൊടിക്കുന്ന വേഗത്തിൽ കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് ഡി എടുത്തിട്ട് നേരെ വിട്ട് കുന്നുമ്മൽ ശാസ്താവിന്റെ അടുത്തേക്ക്. സി ഐ ടിക്കാരുണ്ട്, ബി എം എസ് കാരുണ്ട്, നഴ്സ് ഉണ്ട്, അതർ ഷോപ്പിലുള്ള സെയിൽസ്മാൻമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവരും ഒന്നാണ്. ഇന്ന മതം ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കണ്ടാൽ അറിഞ്ഞൂടെ? ആണുങ്ങൾ പെണ്ണുങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. അങ്ങനെ നടന്നിട്ട് ഞാൻ ചോറ് വിളമ്പുന്നിടത്ത് എത്തി. ചോറ് നല്ല സ്പീഡിൽ വിളമ്പുന്നുണ്ട്. സ്വാമിമാർക്ക് വേറെ തന്നെ ലൈൻ ഉണ്ട് കേട്ടോ, അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. എന്റെ ഒരു അടുത്ത ചങ്ങാനെ കണ്ടുകൊണ്ട് ആ ലൈനിന്റെ ഇടയിൽ ഞാൻ കൂടി. അശ്വത പോസിബിൾ എല്ലായിടത്തും കണക്ക് ചോറും കറിയും മേടിച്ച് ഞണ്ടി തിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അയ്യപ്പന്മാർക്ക് പ്രത്യേക സൗകര്യമാക്കി കൊടുക്കുന്നുണ്ട്. ഈ ജനസാഗരത്തിനിടയിൽ ഒരു കസാര തപ്പി കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കസാര കിട്ടിയപ്പോൾ ഫുള്ള് കച്ചറ. അടുത്ത കസാര എനിക്ക് കിട്ടി. ആടെ ഇരുന്ന് ചോറെല്ലാം വെച്ചിട്ട് ഗൈസ് പായസം കിട്ടാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് പോണ്ടി വരുമല്ലോ. യുറേക്ക, ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഗൈസ്. ഇത് പരിപ്പ് വയസ്സല്ല, കുറച്ച് തടിപ്പാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പള്ളിക്കര അമ്പലത്തിൽ നിന്ന് കുടിച്ചിട്ടാകുമ്പോൾ ഇത്ര തടിപ്പുണ്ടായിട്ട് അതുകൊണ്ട് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ആടുന്ന് കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് കൊരട്ട കിട്ടിന്, ഇവിടുന്ന് കഴിച്ചിട്ടാകുമ്പോൾ മുന്തിരി. വെറൈറ്റി ആണല്ലോ സംഭവം. കിഡിലാണ്, കിഡിലോസ്കിയാണ്. അന്നദാനം മേടിക്കുന്നിടത്തും തിന്നുന്നിടത്തും ഇത്ര തിരക്കില്ല. പാത്രം കഴുകുന്നിടത്ത് ഭയങ്കര തിരക്കത. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പാത്രം കഴുകാനാണ്. ഞാൻ ആ ഗ്യാപ്പിലെ നുഴഞ്ഞു കയറി പാത്രം കഴുകിയിട്ട് എങ്ങനെയോ തിരിച്ചു വന്നു. അപ്പൊ എന്റെ ചങ്ങായിമാരോട് നല്ല പാങ്ങിൽ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് അന്നം തന്ന ദാതാവിനെ കണ്ടിട്ടല്ലേ നമുക്ക് പോകാൻ പാടുള്ളൂ. ശാസ്താവിന്റെ അമ്പലത്തിൽ കയറി മണിയടിച്ചു. ശാസ്താവിന്റെ വിഗ്രഹമാണ് കാണുന്നത്. ഇപ്പുറത്തുള്ളത് മാളികപ്പുറമാണ്, ഈ കാണുന്നത് മാളികപ്പുറമാണ്. അപ്പൊ അതെല്ലാം കണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ നോക്കുമ്പോൾ തല്ലുമാലുള്ള സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ചെരുപ്പെല്ലാം ചവിട്ടി കുരട്ടി പണ്ടാരടക്കിയിട്ട് ഷാരുല സോപ്പിട്ട് ചെയ്യാ പോവില്ലേ. ഇതേ എന്റെ ഒരു സബ്സ്ക്രൈബർ ചുച്ചുടു ക്യൂട്ട് കുട്ടി ടാറ്റ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആടുന്ന് പോയി. കുറേ പരിപാടി ഉണ്ട്. അപ്പൊ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു വീട്ടിലേക്ക്.